നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. MLS-ൻ്റെ 32ാം റൗണ്ടിൽ കൊളംബസ് ക്രൂവിനെതിരെ ഇൻ്റർ മയാമി കളിക്കുന്നു. ആദ്യ പകുതിയുടെ അവസാനത്തിൽ ലിയോ മെസ്സിയുടെ ബൂട്ടിൽ നിന്നൊരു മഴവില്ലഴകുള്ള ഫ്രീ കിക്ക് കൊളംബസ് ക്രൂവിൻ്റെ വലയിലേക്ക് കടന്നു പോകുമ്പോൾ അത് ആ വലയിലേക്ക് മാത്രമല്ല ആരാധകരുടെ ഇടനെഞ്ചിലേക്ക് കൂടിയാണ് കടന്ന് കയറിയത്. അതിമനോഹരമായിട്ടുള്ളൊരു ഫ്രീ കിക്ക് ഗോൾ, മഴവില്ലഴകുള്ള ഫ്രീ കിക്ക് ഗോൾ, ആരാധകരുടെ കണ്ണും കരളും ഒരുപോലെ നിറഞ്ഞ ഒരു നിമിഷം. മെസ്സിയുടെ ഇരട്ട ഗോളുകളുടെ ബലത്തിൽ 3-2 കൊളംബസ് ക്രൂവിനെ പരാജയപ്പെടുത്തുമ്പോൾ ചരിത്രത്തിലാദ്യമായിട്ട് ഇൻ്റർ മയാമി MLS-ൽ ഷീൽഡ് നേടുകയാണ്, സപ്പോർട്ടേഴ്സ് ഷീൽഡ് നേടുകയാണ്. സോ ഇതാണോ MLS കിരീടം? എന്താണ് ഈ സപ്പോർട്ടേഴ്സ് ഷീൽഡ്? ആരാധകർക്ക് സ്വാഭാവികമായിട്ടും സംശയങ്ങളുണ്ടാകും. സോ അതൊന്ന് നമ്മൾ വിശദീകരിച്ച് പോവുകയാണ്. നമ്മളിപ്പോൾ ISL കാണാറില്ലേ, ഷീൽഡ് കൊടുക്കാറുണ്ടല്ലോ ലീഗ് ഘട്ടം അവസാനിക്കുമ്പോൾ. അത് കഴിഞ്ഞ് പിന്നെ പ്ലേ ഓഫൊക്കെ കഴിഞ്ഞ് വേറൊരു കപ്പും കൊടുക്കാറുണ്ടല്ലോ. അതുപോലെ തന്നെയാണ് കാര്യങ്ങളെന്ന് മനസ്സിലാക്കുക. MLS-ൽ 2 കോൺഫറൻസ് ആയിട്ടാണ് ടീമുകൾ കളിക്കാറുള്ളത്. ഈസ്റ്റേൺ കോൺഫറൻസും വെസ്റ്റേൺ കോൺഫറൻസും. ലിയോ മെസ്സിയുടെ ടീമുള്ളത് ഈസ്റ്റേൺ കോൺഫറൻസിലാണ്. ഈസ്റ്റേൺ കോൺഫറൻസിൽ ഇപ്പോൾ മെസ്സിയുടെ ടീമിനെ മറികടക്കാൻ ഇനി ആരും ഉണ്ടാവില്ല എന്ന കാര്യം ഉറപ്പായി കഴിഞ്ഞു. 34 റൗണ്ട് മത്സരങ്ങളാണ് ഉണ്ടാവുക. ഇനി 2 റൗണ്ട് കളികൾ കൂടിയുണ്ട്. മറുഭാഗത്ത് വെസ്റ്റേൺ കോൺഫറൻസിലും ഇനി മെസ്സിയുടെ ടീമിനെ മറികടക്കാൻ ആർക്കുമാവില്ല എന്ന് ഉറപ്പായി കഴിഞ്ഞു. അപ്പോൾ ഈ 2 കോൺഫറൻസിലെ കൂടി ഏറ്റവും അധികം പോയിൻ്റുകൾ ആരാണോ നേടുന്നത് അവർക്കാണ് സപ്പോർട്ടേഴ്സ് ഷീൽഡ് കൊടുക്കുന്നത്. ഈ സപ്പോർട്ടേഴ്സ് ഷീൽഡ് കിരീടം ലഭിക്കുക എന്ന് മാത്രമല്ല, ഇതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് സ്പോർട്ടിംഗ് അഡ്വാൻറ്റേജുമുണ്ട്. അതായത് പിന്നീട് അവർക്ക് പ്ലേ ഓഫിലേക്കുള്ള സ്ഥാനം കിട്ടും എന്ന് മാത്രമല്ല, പ്ലേ ഓഫ് കളിക്കുമ്പോൾ ഈ പ്ലേ ഓഫിലേക്ക് എത്തിയിട്ടുള്ളതിൽ ഏറ്റവും വേസ്റ്റ് ആയിട്ടുള്ള ടീമുകൾക്കെതിരെയായിരിക്കും അവരുടെ മത്സരങ്ങൾ വരിക. അതും കൂടാതെ ഇൻ്റർ മയാമിക്ക് അവരുടെ മൈതാനത്ത് പ്ലേ ഓഫ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. മെസ്സി അത് എടുത്ത് പറയുകയും ചെയ്തു. ഇപ്പോൾ ഇൻ്റർ മയാമി MLS കപ്പിൻ്റെ ഫൈനലിലേക്ക് എത്തുകയാണെങ്കിൽ ഫൈനൽ മത്സരം നടക്കുക മയാമിയുടെ മൈതാനത്തായിരിക്കും. അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് അവിടെ ലഭിക്കുന്നു. മെസ്സി അത് എടുത്തു പറഞ്ഞല്ലോ കളി കഴിഞ്ഞിട്ട്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞങ്ങളുടെ മൈതാനത്ത് പ്ലേ ഓഫ് മത്സരങ്ങൾ കളിക്കാൻ പറ്റും എന്നുള്ളതാണ്. അത് വലിയൊരു അഡ്വാൻറ്റേജാണ്. MLS-ൽ മറ്റേത് സ്റ്റേഡിയത്തിൽ പോയി കളിക്കുക എന്ന് പറഞ്ഞാലും ബുദ്ധിമുട്ടേറിയ കാര്യമാണ്. മയാമിയിൽ ഇവിടെ നമ്മുടെ ആരാധകർക്ക് മുമ്പിൽ കളിക്കുമ്പോൾ അത് ടീമിന് വലിയ ഊർജ്ജം കൊടുക്കും, വലിയ അഡ്വാൻറ്റേജാണെന്ന് ലിയോ മെസ്സി പറഞ്ഞിരുന്നു. അത് തന്നെയാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. സോ അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് കൂടി അവിടെ ലഭിക്കുന്നു. ഇപ്പം നോക്കുക, നിലവിൽ ഈസ്റ്റേൺ കോൺഫറൻസിൽ ലിയോ മെസ്സിയുടെ ടീമിന് 68 പോയിൻ്റ് ഉണ്ട്. ഇന്ന് കളിച്ച കൊളംബസ് ക്രൂ ആണ് രണ്ടാമത്, അവർക്ക് 57 പോയിൻ്റേ ഉള്ളൂ. ഇനി മെസ്സിയുടെ ടീമിനെ മറികടക്കാൻ പറ്റില്ല. വെസ്റ്റേൺ കോൺഫറൻസിലോ LA ഗാലക്സിയാണ് മുമ്പിലുള്ള, 58 പോയിൻ്റേ ഉള്ളൂ. ലോസ് ആഞ്ചലസ് FC-ക്ക് 52 പോയിൻ്റ്, റിയൽ സാൾട്ട് ലേക്കിന് 52 പോയിൻ്റ്. ചുരുക്കത്തിൽ അവർക്കും മെസ്സിയുടെ ടീമിൻ്റെ പോയിൻറ്റുകൾ മറികടക്കാൻ പറ്റില്ല. അങ്ങനെയാണ് ഈ ഷീൽഡ് മെസ്സിയുടെ ടീമിൻ്റെ കയ്യിലിരിക്കുന്നത്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.